ഇവിടിപ്പോ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓഫീസിലെ കാര്യങ്ങൾ നോക്കാൻ അവിടെ ആരുമില്ല. അതെ, എടുത്ത വീട്ടിലേക്ക് പോയിക്കോ. അവിടെ അനഘ ഒറ്റയ്ക്കല്ലേ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. എങ്കിൽ ശരി, ഞാൻ ഓഫീസിലേക്ക് പോയിട്ട് വരാം. എന്താണേലും എന്നെ അറിയിക്കണം. സത്യം പറഞ്ഞ ഒരു താല്പര്യമില്ലാതെ പോകുന്നേ. അച്ഛൻ ഈ അവസ്ഥയിൽ കിടക്കുമ്പോ അച്ഛനൊന്നും സംഭവിക്കില്ല. നമ്മുടെയൊക്കെ പ്രാർത്ഥനയുണ്ടല്ലോ. എടുത്ത് ധൈര്യമായിട്ട് പോയിട്ടോ. ഏട്ടാ, ഡോക്ടർ എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. അനുബേട്ടാ, ഞാനിപ്പോ വരാം. സച്ചേട്ടാ, ഞാൻ പോയി ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം. പഴയ ടെസ്റ്റുകളുടെ റിസൾട്ട് വല്ലതും വേണോന്നൊന്ന് ചോദിച്ചിട്ട് വരാം. ചെല്ല. ഹലോ. ആ ഡോക്ടർ എന്ത് പറഞ്ഞു? അങ്ങേരെ മുകളിലേക്ക് കെട്ടിയെടുക്കാൻ വല്ല സാധ്യതയുണ്ടോ? നീ ഇത്രയ്ക്കൊന്നും ഞെട്ടണ്ട. ജനിച്ചാൽ ഒരു ദിവസം മരിക്കണം. അതിപ്പോ നീ ആയാലും ഞാനായാലും. പിന്നെ നെല്ലിശ്ശേരി സേതുമാധവനോട് കാലിന് പ്രത്യേകം താല്പര്യം ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. എടുത്തി ഇങ്ങനെയൊക്കെ പറയുന്നത് ചിന്തിക്കുന്നത് തന്നെ പാവോ.
വയ്യാതെ കിടക്കുന്ന മനുഷ്യനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെയാ തോന്നുന്നേ? നീ ഇതൊക്കെ എന്നോട് പറയുമ്പോഴും നീ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സേതുമാധവന്റെ മരണമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അയാളെ തട്ടിപ്പോയാ സന്ദീപിന്റെയും നിന്റെ അനിയത്തിയുടെയും വിവാഹത്തിന് തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് നിനക്ക് നല്ല ധാരണയുണ്ട്. ദേ, ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ അടുത്തേ. ഞാനങ്ങനെയൊന്നും മനസ്സിൽ പോലും കരുതിയിട്ടില്ല. ഇനിയിപ്പൊ കരുതിയാലും കുഴപ്പമൊന്നുമില്ല. അയാള് തട്ടിപ്പോയാ സേതുമാധവന് പകരം ദയാനന്ദ മാഷ്, അത്രേ ഉള്ളൂ. മൂത്ത മകൾ നെല്ലിശ്ശേരിയിലെ മരുമകളായി വാഴുന്നു എന്ന തെറ്റിദ്ധാരണ ഞാനങ്ങ് മാറ്റിക്കൊടുക്കും. നീയും സച്ചിയും പിരിയാൻ പോകുന്നു കേൾക്കുമ്പോ തന്നെ അവിടെയുള്ളവരുടെ എല്ലാം പകുതി ജീവനങ്ങ് പോവും. മൂത്ത മരുമകളുടെ താലിഭാഗ്യം ഓർത്ത് അഭിമാനം കൊള്ളുന്ന ദയാനന്ദ മാഷിനും കമലയ്ക്കും ആ താലി തന്നെ മകളുടെ കഴുത്തില് കുരുക്കായി മുറുകുന്നത് കാണാനുള്ള ഭാഗ്യം ഞാനുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ചത്തതിലൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയില് വൃന്ദാവനം വീട് കണ്ണീരിൽ മുങ്ങി നിൽക്കുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. പെൺമക്കളുള്ള ഏതൊരു അച്ഛനും അമ്മയ്ക്കും കാണാൻ ശേഷിയില്ലാത്തൊരു രംഗമാ താലിയേറ്റ് മകൾ മുന്നിൽ നിന്ന് കരയുന്നത്. അത് അവരുടെ തന്നെ മരണത്തെക്കാ ഭീകരമാ. ഇത്രയൊക്കെ എന്നോട് ചെയ്യാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? തെറ്റിയത് നീയല്ല, നിന്റെ അനിയത്തിയാ. എന്റെ അനിയത്തി ഇരിക്കേണ്ട സ്ഥലത്ത് അവള് കയറിയിരിക്കാൻ ശ്രമിച്ചു. അവളുടെ ആ ശ്രമത്തിന് നീ മൗനാനുവാദം കൊടുത്തു. അറിയാലോ, ഒരു കാര്യത്തിനും വേർതിരിവ് കാണിക്കാത്ത ആളാ ഞാൻ. അതുകൊണ്ടാ സച്ചിക്ക് നിന്നെ വിവാഹം കഴിച്ചു കൊടുക്കാൻ ഞാൻ മുന്നിൽ നിന്നത്. പാവമല്ലേ, എവിടേലും ഒരു മൂലയ്ക്ക് കഴിഞ്ഞുകൂടിക്കോളെന്ന് കരുതിയപ്പോ കൊത്തി മുറത്തിലായി. ഒരിക്കലും നിന്നെ കാണിക്കണമെന്ന് കരുതാത്ത അവന്തികയുടെ ഈയൊരു മുഖം നീയായിട്ട് തന്നെ പുറത്തുകൊണ്ടുവന്നതാ. ഇതുപോലത്തെ ധാരാളം അവതാരങ്ങളുണ്ട് അവന്തികയ്ക്ക്. അതെല്ലാം കാണണമെന്ന് വാശി പിടിക്കരുത്. അതൊരിക്കലും നിന്റെ നല്ലതിനാവില്ല. എഴുന്നേൽക്കണ്ട, കിടന്നോളൂ. ഞാൻ എവിടെ ഇപ്പോ? എവിടുന്നോ ഓടി വന്ന ഇയാള് എന്റെ കാറിന്റെ മുന്നിലാ വന്ന് പെട്ടത്. ബോധമില്ലാത്ത ഇയാളെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഏത്? എന്റെ പേര് സന്ധ്യ. ഇയാളുടെ പേരെന്താ? എവിടെ വീട്? എന്റെ പേര് അനന്തനെന്നാ. വീട്? വീട് കുറച്ച് ദൂരെയാ. എങ്ങനെ ഈ നാട്ടിലേക്ക് വന്നത്? അനന്തൻ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തതാണോ? ആരെങ്കിലും ഉപദ്രവിച്ചോ? ഇങ്ങനെ കേസുകൾ വരുമ്പോ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയാ ചെയ്യുന്നത്.
ഇയാൾക്ക് ബോധം വീണ് കാര്യങ്ങൾ അറിഞ്ഞിട്ടാവാന്ന് കരുതിയാ അത് ചെയ്യാതിരുന്നത്. അനന്തനുള്ള സത്യം എന്താണെന്ന് പറ. എനിക്ക് ചിലപ്പോ നിങ്ങളെ രക്ഷിക്കാൻ കഴിഞ്ഞേക്കും. സന്ദീപിനു വേണ്ടി ഞാൻ കണ്ടെത്തിയിരിക്കുന്ന പെൺകുട്ടി എൻ്റെ മരുമകൾ അവന്തികയുടെ അനിയത്തി അനഘയാണ്. നിങ്ങളെല്ലാവരും എൻ്റെ മകനെയും അനഘയും അനുഗ്രഹിക്കണം. അനന്തൻ, ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഇതുവരെ ആൻസർ തന്നില്ല. ഡോക്ടർ, ഇന്നലെ ഐസിയുയിൽ അഡ്മിറ്റ് ആയ പേഷ്യന്റ് വല്ലാതെ ഡിസ്റ്റർബ് ആവുന്നുണ്ട്. പേടിക്കാനൊന്നുമില്ല. വീഴ്ചയില് ചെറിയൊരു ആഘാതമുണ്ട്. അങ്ങളുടെ പ്രത്യേകിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അങ്കിള് സച്ചിയെ അർച്ചനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഐസിയുവിനകത്ത് അങ്ങനെ വിസിറ്റേഴ്സിനെ അലോ ചെയ്യാറില്ല. പിന്നെ അങ്കിള് വാശി പിടിക്കുന്നതുകൊണ്ടാ സമ്മതിക്കുന്നത്. അങ്കിളിനെ കൊണ്ട് അധികം സംസാരിപ്പിക്കരുത്. അങ്ങോട്ട് പറയുന്ന കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കണം. അദ്ദേഹത്തിന് വിഷമം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംസാരവും ഒഴിവാക്കണം. കേട്ടല്ലോ? ഇപ്പൊ മാത്രമല്ല, എപ്പോഴും. ശരി ഡോക്ടർ. എങ്കിൽ കയറി കണ്ടോളൂ. അച്ചു, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇവിടെ പോ, നിൽക്കേണ്ട അത്യാവശ്യമൊന്നുമില്ലല്ലോ. എന്നേട്ടം വയ്ക്കോ? അവിടെ എല്ലാവരോടും പറയണം അച്ഛന് കുഴപ്പമൊന്നുമില്ലെന്ന്. പറയാം. എന്നാ ശരി. ആ, പോയിട്ട് വരാം. ഡോക്ടറോട് സംസാരിച്ചല്ലേ? ആ അച്ഛാ, അച്ഛാ. ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛാ? ആശ്വാസമുണ്ട് മോളെ. ഞാൻ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞത് എന്താ അച്ഛാ? ഞാൻ ആശുപത്രിയിൽ നിന്ന് തിരികെ വന്ന ഉടനെ സന്ദീപിൻ്റെയും അനഘ ഞാനിപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതും ആഗ്രഹ സാഫല്യത്തിനാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എപ്പോൾ കണ്ണടച്ചാലും മുന്നിൽ തെളിയുന്നത് സന്ദീപിൻ്റെ അനഘയുടെയും വിവാഹമാണ്. ഞാൻ ഇതുപോലൊരു സ്ഥലത്ത് കിടന്ന് നിങ്ങളെ വിളിച്ചു പറയണമെങ്കിൽ അതെനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ട കാര്യമായതുകൊണ്ടാവും. മനസ്സിലായിച്ചാ, നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം.
അച്ഛൻ ഓരോന്നാലോചിച്ച് മനസ്സ് വിഷമിപ്പിച്ച അസുഖം കൂട്ടുണ്ടായിനി. അസുഖങ്ങൾക്ക് മരുന്ന് കഴിച്ചാൽ മതി മോളെ. ചില സ്വപ്ന സാക്ഷാത്കാരങ്ങൾക്ക് നമ്മുടെ ജീവന്റെ വിലയുണ്ടാവും. എന്റെ കാര്യത്തിൽ പലപ്പോഴും ഈശ്വരൻ എന്റെ ജീവൻ എടുക്കാതെ ഞാൻ പറഞ്ഞ സന്ദീപിന്റെ വിവാഹം. പിന്നെ ഉള്ളത് ഇപ്പോ അതേപോലെ സന്ദീപിന്റെ എന്റെ മക്കൾക്ക് ഈ അച്ഛനെ മനസ്സിലാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് വരുമ്പോൾ എല്ലാത്തിനും ഒരു പരിഹാരം എന്താ ഏട്ടാ, അച്ഛൻ എന്താ പറഞ്ഞത്? നിന്റെ കാര്യം പറയാനാ അച്ഛൻ കാണണമെന്ന് പറഞ്ഞ്. നിന്റെ കാര്യം എന്ന് പറഞ്ഞ നിന്റെയും അനുകയുടെയും കാര്യം. പറഞ്ഞു വരുന്നത് അച്ഛന്റെ ആഗ്രഹത്തിന് ഞാനിപ്പോ സമ്മതിക്കണമെന്നാണോ? അപ്പോ എന്റെ ജീവിതത്തിൽ എനിക്ക് വ്യക്തിപരമായ അഭിപ്രായങ്ങളൊന്നുമില്ലേ? നിന്റെ ജീവിതം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്ന നീ തന്നെയാ. പക്ഷെ സാഹചര്യം കൂടി നോക്കണ്ടേ? സന്ദീപേ, നിന്നെപ്പോലെ ഇതേ ആശയക്കുഴപ്പത്തിൽ ഹോസ്പിറ്റൽ വരാന്തയിൽ നിന്നവനാ ഞാനും. ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നെഞ്ചുരുകി നിന്നിട്ടുണ്ട് ഞാൻ. പക്ഷേ സാങ്കല്പികമായി ഞാൻ കെട്ടിപ്പോക്കിയ സ്വപ്നത്തിന് രക്തബന്ധത്തിന്റെ താഴെയാണ് സ്ഥാനമെന്ന് മനസ്സിലാക്കിയപ്പോഴാ ഒരു തീരുമാനത്തിൽ ഞാൻ എത്തിയത്. അച്ഛനെയും അമ്മയെ സ്നേഹിക്കുന്ന മക്കൾക്കേ ഈ ഒരു പ്രശ്നമുള്ളൂ. അല്ലാത്തൊരു മകനോ മകൾക്കോ കണ്ണടച്ചൊരു തീരുമാനമെടുക്കാൻ വളരെ എളുപ്പമാണ്. നിഷ്പ്രയാസം നമുക്ക് തീരുമാനിക്കാം. വീട്ടുകാരും വേണ്ടെന്നും സ്നേഹിക്കുന്ന പെണ്ണ് മതിയെന്നും. നീ ഇപ്പൊ അങ്ങനൊരു തീരുമാനത്തിലെത്താൻ വൈകുന്നതും നമ്മുടെ അച്ഛനോട് നിനക്കുള്ള സ്നേഹം കൊണ്ടാ. ആ സ്നേഹം മുൻനിർത്തി നീ ഒരു തീരുമാനം എടുക്കണം. ആ തീരുമാനത്തിനൊപ്പം ഞാനുണ്ടാവും.
അനന്തൻ, ഇവിടെ ഉണ്ടായിരുന്ന പേഷ്യന്റ് എവിടെ? അറിയില്ല മാഡം, ഞാനിപ്പോ ഇവിടെ അങ്ങോട്ട് പോയതേ ഉള്ളൂ. അയാൾ ഇവിടെ ഇല്ല. താനിത് എവിടെ പോയി കിടക്കുമായിരുന്നു? ഒബ്സർവേഷനിലുള്ള പേഷ്യന്റ് അടുത്ത് ആരുമില്ലാതെ എവിടെന്ന് വെച്ചാ പോയി കണ്ടുപിടിക്കും. ശരി മാഡം. അയ്യോ